ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? 2 ദിവസം മഴ പെയ്യാതായപ്പോൾ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണെല്ലാം ഉണങ്ങി വരണ്ട് പോയിട്ടാ. എന്നാൽ പിന്നെ ആദ്യം തന്നെ അത് നനച്ചിട്ടാവാം ചായ വയ്ക്കലും കുളിയും എന്ന് കരുതിയേ. അങ്ങനെ വന്ന ഡ്രസ്സ് പോലും മാറാതെ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഇറങ്ങിയത്. അപ്പുറത്ത് പോയി ഓസ് വാൽവ് ഓണാക്കി ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ആ ടാങ്കിൻ്റെ അപ്പുറത്ത് കുറച്ച് വെള്ളം തളം കെട്ടിയിട്ടാ. പിന്നെ സാരമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് വലിഞ്ഞു പൊയ്ക്കോളുമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ആദ്യം സ്റ്റെയർ കേസിൽ വച്ചിരുന്ന നമ്മുടെ അടീനിയവും പിന്നെ വാട്ടർ മീറ്ററിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികളും എല്ലാമാണ് നനച്ചത് കേട്ടോ. ഓർക്കിഡൊക്കെ നനയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ആ ചകിരി പെട്ടെന്ന് തന്നെ വെറ്റായി വരുന്നുണ്ടായിരുന്നേ. കാരണം കുറച്ച് ദിവസം മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് അധികം ഉണങ്ങിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ സ്റ്റെയർ കേസിലെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച വലിയ പൂക്കളുണ്ടാകുന്ന റെഡ് റോസ് ഉണ്ടല്ലോ, നിറച്ച് മുട്ടുണ്ടായിരുന്നത് വാങ്ങിച്ചപ്പം. പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാ റോസും വിടർന്ന് കഴിഞ്ഞ് മുട്ടുകളെല്ലാം വിടർന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് അതിനധികം മുട്ടുകൾ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റെപ്പിൽ വെച്ചതുകൊണ്ട് അതിന് വെയിലും കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വെയിലത്തേക്ക് അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ സ്റ്റെയർ കേസിൽ. ഇപ്പോൾ അതിൽ നിറച്ച് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കോർണറിലും കൂടി ഇരിക്കുന്ന എല്ലാ ചെടികളും നനച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഒന്ന് ആ ഒരു വാട്ടമൊക്കെ മാറി ഒന്ന് ഉഷാറായി. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഞാൻ ഷെയ്ഡിൽ തൂക്കിയിരിക്കുന്ന കാരണം സൺഷെയ്ഡിൻ്റെ അടിയിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ചാറ്റലടിച്ചെങ്കിലായി അത്രേ ഉള്ളൂ. അതിനൊന്നും വെള്ളം മണ്ണ് നനയുന്ന അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ലപോലെ നനച്ച് കുളിപ്പിച്ചെടുത്തേ. മാവിൻ ചോട്ടിൽ മഴ കിട്ടുമെങ്കിലും തുള്ളി തുള്ളിയായിട്ടേ വീഴുള്ളൂ. ശരിക്കും അതിൻ്റെ സോയിൽ നനയാൻ പാകത്തിനുള്ള വെള്ളം വീഴാറില്ല കേട്ടോ. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള മഴ ഇപ്പം ഇല്ലല്ലോ. വല്ലപ്പോഴും ചെറിയതായിട്ടുള്ള ഒരു ചാറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് മാത്രമേ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം നല്ലപോലെ നനച്ച് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മതിലരികത്ത് വെച്ചിരുന്ന ചെടിച്ചട്ടികളിലാണ് കേട്ടോ നനച്ചത്. അപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ പേരയും മാവൊക്കെ നട്ടിട്ടുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു മണിമുല്ലയുടെയും ഒടിച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സൈഡിലെല്ലാം നനച്ച ശേഷം പിന്നെ ഞാൻ വരാന്തയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന പോട്ട്സ് എല്ലാം സ്റ്റെപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാനിത് എല്ലാം കൂടി ഇതുപോലെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചേ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. ഈ സ്റ്റാൻഡിൽ വെച്ചേക്കണ പോട്ടിലെല്ലാം അതിൻ്റെ ആ ഔട്ടർ പോട്ടിൽ വെള്ളം തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ എപ്പോഴും അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇലകളിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കുവേ.